ആദ്യ ഭാര്യയെ കൊന്ന മധുപാൽ പറഞ്ഞത് ആദ്യ ഭാര്യ കുളിക്കുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ പെട്ട് മരിച്ചു പോയിന്ന. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇവളെ കൊന്നതാ, ചവിട്ടി കൊന്നതാ. അത് ഇവൻ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവള് അവസാനം ഈ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവള് ഈ ആ ഡയറി ഈ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്തത്. അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ശാന്തികൃഷ്ണനായിട്ടുള്ള അടുപ്പം എല്ലാ കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ടാണ് അവളും ഔട്ടായി. അവള് പിന്നെ ഇപ്പോഴാണ് ഈ പഴയതെല്ലാം മറന്നുപോയല്ലോ നാട്ടുകാരെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് വരുന്നത് സിനിമയിൽ. ഞണ്ടുകളുടെ കൂട്ടത്തിലോ ഞണ്ടുകളുടെ കാലോ ഏതാണ്ടൊക്കെ പറഞ്ഞ് അത് വന്നു. ഇവർക്ക് ഒരു ആദ്യത്തെ കുട്ടി ഒരു മകനുണ്ട്. അത് മന്ദബുദ്ധിയാ. ആദ്യത്തെ ഭാര്യയിൽ അത് മരിച്ചതല്ല, കൊന്നതാ. ഇവന്റെ സുഖമായ ജീവിതത്തിൽ അതൊരു തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം കൊന്നതാ. പക്ഷെ അതാരും പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് തന്നെ അവൻ പുറത്തിറങ്ങി. ഇവൻ പറയുന്ന എല്ലാം സ്നേഹമുണ്ടെന്നാ മകനോട്, അതിരറ്റ സ്നേഹം. പുള്ളിയാ അവൻ. എങ്കിൽ പിറ്റേന്നാണ് ആ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവന്റെ കുട്ടി മരിച്ചതിന്റെ പിറ്റേന്ന്. അപ്പൊ ഇവൻ ദുഃഖത്തോടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ആ കണത്തിൽ വരുത്തില്ല. നമസ്കാരം. മുതിർന്ന പത്രപ്രവർത്തകരായിട്ടുള്ള തെക്കുംഭാഗം മോഹൻ, അദ്ദേഹത്തിന് അറിയാവുന്നത്ര നടൻ സിദ്ദിഖിനെ മറ്റാർക്കെങ്കിലും അറിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം നടൻ സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ വിവാദമുണ്ടാക്കിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആള് കൂടിയാണ് തെക്കുംഭാഗം മോഹൻ. അദ്ദേഹം ഇപ്പോഴും വെളിപ്പെടുത്തുകയാണ് മകൻ സാപ്പിയുടെ മരണത്തെക്കുറിച്ച്, സിദ്ദിഖിന്റെ മകൻ സാപ്പിയുടെ മരണത്തെക്കുറിച്ച്. എന്തായാലും നടൻ സിദ്ദിഖ് ആ ദിവസം വളരെയേറെ ഖിന്നനായിട്ടാണ് കാണപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പറയുന്നു സാപ്പിയെ അവർ ഇല്ലാതെയാക്കിയതാണ്. ആ ഒരു വിവരവും ഞെട്ടിക്കുന്ന വിവരം കൂടി അദ്ദേഹം പുറത്തു വിടുകയാണ്. കൂടാതെ ശാന്തികൃഷ്ണയുമായി ഉണ്ടായ ബന്ധവും ആ ബന്ധത്തെ തുടർന്ന് ആദ്യ ഭാര്യയെ ചവിട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുമെല്ലാം അദ്ദേഹം തുറന്നു പറയുകയാണ്. നടൻ സിദ്ദിഖ് ആണെങ്കിൽ ഇപ്പോൾ ഈ നടി രേവതി സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണ പരാതിയിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഈ അവസരത്തിൽ നടൻ സിദ്ദിഖ് എന്തായിരുന്നുവെന്നും അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തികൾ എത്രത്തോളം ദുഷ്കരമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് കുറച്ചുനാൾ സിനിമാ മേഖലയിൽ ഇടവേള ഉണ്ടായതെന്നും ഒക്കെ അദ്ദേഹം പറയുന്നു. തെക്കുംഭാഗം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആദ്യ ഭാര്യയെ കൊന്നതാണ്, ചവിട്ടി കൊന്നതാണെന്നാണ് പറയുന്നത്. അതിന് ആത്മമായ തെളിവുണ്ട്. ഇവള് മനോഹരമായി കഥ എഴുതുന്നവളായിരുന്നു ആദ്യ ഭാര്യ. ആ കഥ എഴുതുന്നത് പോലെ തന്നെ ഡയറി എഴുതുന്നവളായിരുന്നു. ആ ഡയറി അവളുടെ കയ്യിൽ അവള് ഈ പീഡനം ശാന്തികൃഷ്ണയോട് അടുപ്പിച്ച് വിവാഹം കഴിക്കുമെന്നൊക്കെ ഉറപ്പിച്ചതായത് പീഡനമായ കൂടിക്കൂടി വന്നപ്പോൾ ഇവൾ ഈ ഡയറി പാരിപ്പള്ളിയിലുള്ള ഇവരുടെ കൂടെ പഠിച്ച ഒരു മുസ്ലിം സ്ത്രീയെ ഏൽപ്പിച്ചു. പാരിപ്പള്ളി നമ്മൾ ആ വീട്ടിൽ പോയില്ലേ? അതെ, പോയില്ലേ? പോയിട്ടുണ്ട്. അവളെ ഏൽപ്പിച്ചു. അവിടെ കയ്യിൽ നിന്നാണ് ഞാൻ അത് അവസാനത്തെ 10 പേജ് എടുത്തത്. പിന്നെ കുറച്ച് അതിന്റെ വന്നതോടുകൂടി ഇവന്റെ ഈ എല്ലാം അസ്തമിച്ചു. ഈ പെണ്ണ് കഥ കേട്ടപ്പോൾ ജനങ്ങൾ അറിഞ്ഞു ഇവൻ കീചകനാണെന്ന്. അപ്പൊ അവനെ നിയുക്തമായി ഒഴിവാക്കി സിനിമയിൽ നിന്ന്. സുനന്ദ വാരികയിലല്ലേ ഇത് വന്നിരുന്നത്? അതെ, സുനന്ദ വാരികയിൽ. സുനന്ദ ഇപ്പൊ ഇല്ല. അത് ഒന്ന് തപ്പിയെടുക്കാവോ എന്ന് ഞാൻ അമ്പാട്ടുമാരനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്ന എവിടെ തപ്പുന്നേ, നമുക്കൊന്നും ഒരു സുനന്ദ പോലും ഇല്ല എന്ന പരിതാപകരമായ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അന്ന് എടുത്ത് അപ്പോൾ ഇവള് കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നതാ. പക്ഷേ ഈ സംഭവം പുറത്തായതോടുകൂടി ഇവളാണ് വില്ലത്തി എന്ന് പറഞ്ഞതോടുകൂടി ഇവളെ ഒഴിവാക്കി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയാണ് ഇവനെ സഹായിച്ചത്.
മുസ്ലിം സ്നേഹത്തോടു കൂടി സഹായിച്ചതാണ്. ഉം. അങ്ങനെ വന്ന് ഈ ഇപ്പൊ കാണുന്ന പ്രകല്പൻ ഇവർക്ക് ഒരു ആദ്യത്തെ കുട്ടി ഒരു മകനുണ്ട്. അത് മന്ദബുദ്ധിയാ. ആദ്യത്തെ ഭാര്യ പോയല്ലോ. അത് മരിച്ചതല്ല, കൊന്നതാ. ഇവന്റെ സുഖമായ ജീവിതത്തിൽ അതൊരു തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം കൊന്നതാ. പക്ഷെ അതാരും പറയുന്നില്ല. കാരണം പറയാൻ പറ്റാത്ത സാഹചര്യ. മധുബാലനെ വിളിച്ചു പറഞ്ഞു, മറ്റേ സംവിധായകരെ വിളിച്ചു പറഞ്ഞു അവന്റെ സ്നേഹം കൂടുതലാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് ഇവനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ അല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മധുബാലൊരു പോസ്റ്റിംഗ് ചെയ്തു ഇത് ഫേസ്ബുക്കിൽ. അപ്പൊ ഞാന് അതിന് മറുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, ആദ്യ ഭാര്യയെ കൊന്ന മധുബാൽ പറഞ്ഞത് ആദ്യ ഭാര്യ കുളിക്കുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ പെട്ട് മരിച്ചു പോയിന്ന. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇവളെ കൊന്നതാ, ചവിട്ടി കൊന്നതാ. അത് ഇവൻ പീഡനം സഹിക്കാൻ വയ്യാതെ ഇവള് അവസാനം ഈ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവള് ഈ ആ ഡയറി ഈ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്തത്. അതിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ ശാന്തിക്ക് സ്നേഹമായിട്ടുള്ള അടുപ്പം എല്ലാ കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ടാണ് അവളും ഔട്ടായി. അവള് പിന്നെ ഇപ്പോഴാണ് ഈ പഴയതെല്ലാം മറന്നുപോയല്ലോ നാട്ടുകാരെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് വരുന്നത് സിനിമയിൽ. ഞണ്ടുകളുടെ കൂട്ടത്തിലോ ഞണ്ടുകളുടെ കാലോ ഏതാണ്ടൊക്കെ പറഞ്ഞ് അത് വന്നു. ഇവന് ഈ മകൻ മരിച്ചു, മൂത്ത മകൻ മരിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ അവൻ പുറത്തിറങ്ങി. ഇവൻ പറയുന്ന എല്ലാം സ്നേഹമുണ്ടെന്നാ മകനോട്, അതിരറ്റ സ്നേഹം. പുളിയാ അവൻ. എങ്കിൽ പിറ്റേന്നാണ് ആ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എവന്റെ കുട്ടി മരിച്ചതിന്റെ പിറ്റേന്ന്. അപ്പൊ ഇവൻ ദുഃഖത്തോടെ കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ആ കണത്തിൽ വരത്തില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ ഇതെല്ലാം ജാടയാണ്. അപ്പൊ ഇപ്പൊ ആത്മകഥ പ്രസിദ്ധീകരിച്ചു. ഇന്നലെ ഫസ്റ്റ് തീരുമാനിച്ചത് ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നാ. കാരണം ഇന്നലെ മറ്റവൾ വന്നല്ലോ, നടി രേവതി സമ്പത്ത്. അവള് വന്നതോട് വെളുപ്പിത്തോടുകൂടി ഇവന്റെ സുഹൃത്തായി. അപ്പൊ പിന്നെയും അത് മാറ്റി. പക്ഷേ എന്നാൽ പിന്നെ മമ്മൂട്ടി വരുമെന്നാ പറഞ്ഞത്. മമ്മൂട്ടി വന്നില്ല. മമ്മൂട്ടി തന്ത്രപൂർവ്വം മാറിക്കളഞ്ഞു. കാരണം ഇവന്റെ ഭാവി ഇനി കീഴടഞ്ഞതാ. കാരണം ഇവള് സർക്കാർ പറയുന്നത് ഒരാൾ കുറ്റം പറയാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ കേസെടുക്കുന്ന. ഇപ്പൊ രേവതി മുന്നോട്ട് വന്നിട്ടുണ്ട്, വേറൊരു പെണ്ണും മുന്നോട്ട് വന്നിട്ടുണ്ട്, വേറെ 2-3-4 പെണ്ണുങ്ങൾ എക്സ്ട്രാ നടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവന്റെ കൂട്ടുകാരുടെയും ഒക്കെ കാമക്കേടിയുടെ അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇവൻ പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഞാനിപ്പോ ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ പ്രസിദ്ധീകരിച്ചാൽ മലയാളികൾക്ക് ഈ ഇവരുടെ ആദ്യ ഭാര്യയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡയറി കുറിപ്പിലൂടെ പുറത്തു വരും.